അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി എസ് ശാലിനിയുണ്ട്. ശാലിനി, ഇപ്പോൾ വൈദ്യപരിശോധന പുരോഗമിക്കുകയാണോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ്യ വൈദ്യപരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ. രാഹുൽ ഈശ്വറിനെ അല്പസമയം മുമ്പാണ് ഇവിടെ അന്വേഷണ സംഘം എത്തിച്ചത്. സൈബർ പോലീസ് സ്റ്റേഷനിൽ നടന്ന മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലുകൾ, അതിനുശേഷം ഇന്നലെ രാത്രിയോടുകൂടി അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ശേഷം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് തന്നെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയിരുന്നു. ഇന്നലെ രാത്രി വൈകിയും സൈബർ പോലീസ് സ്റ്റേഷനിൽ തൈക്കാട് ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ രാവിലെയോടുകൂടി മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുമെന്നുള്ളതായിരുന്നു ആദ്യ സൂചനകളെങ്കിൽ ഇപ്പോൾ ചോദ്യം ചെയ്യലുകളൊക്കെ പൂർത്തീകരിച്ചതിനു ശേഷം വൈദ്യപരിശോധന ജനറൽ നടക്കുന്നു. അല്പസമയത്തിനകം തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ മജിസ്ട്രേറ്റിന് മുൻപാകെ രാഹുൽ ഈശ്വറിനെ ഹാജരാക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ബെയിലബിൾ ഉൾപ്പെടെ നോൺ ബെയിലബിൾ ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളാണ് രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ചേർന്നുകൊണ്ട് ഇരയെ അതിജീവിതയെ അപമാനിക്കുന്ന രീതിയിൽ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. ഒപ്പം തന്നെ AI ക്രിയേറ്റഡ് വീഡിയോകൾ ഉണ്ടാക്കി ആ പെൺകുട്ടി ആരാണ് എന്ന് തോന്നിപ്പിക്കും വിധം പൊതുസമൂഹത്തിൽ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറി എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളാണ് സൈബർ പോലീസ് രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഭാരതീയ ന്യായ സംഹിതയുടെ വിവിധ വകുപ്പുകൾ IT ആക്ട് പ്രകാരം അടക്കമാണ് രാഹുൽ ഈശ്വറിനെതിരെ ഇപ്പോൾ ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെ രാഹുൽ ഈശ്വറിനെ അദ്ദേഹത്തിന്റെ ശ്രീകാര്യത്തുള്ള വീട്ടിൽ പൗടിക്കോണത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. തെളിവെടുപ്പിൽ നിർണായകമായിട്ടുള്ള രേഖകൾ, ഡിജിറ്റൽ രേഖകളടക്കം പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിൽ പ്രധാനമായും ഇന്നലെ ഇദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് പോലീസ് ആവശ്യപ്പെട്ട ലാപ്ടോപ്പ് അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തിന്റെ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിൽ തന്നെ മാറ്റിവെച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ മാറ്റിവെച്ചൊരു സാഹചര്യമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുമ്പോൾ ആ തെളിവെടുപ്പിന് ഇടയിൽ മൊബൈൽ ഫോൺ, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് പോലീസ്. ഈ ഡിജിറ്റൽ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ വെരിഫൈ ചെയ്തതിനു ശേഷം മറ്റ് ചില ചോദ്യം ചെയ്യലുകളുണ്ട്. അതും കൂടെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തുന്നത്. വൈദ്യപരിശോധനയ്ക്കിടെ അദ്ദേഹത്തിനെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോഴും മാധ്യമങ്ങളോട് രാഹുൽ ഈശ്വർ പ്രതികരിച്ചിരുന്നു. തനിക്കെതിരെ ഉള്ളത് വ്യാജ കേസാണ്, കള്ളക്കേസാണ്. അതിൽ നിന്ന് നീതി ലഭിക്കും വരെ താൻ പോരാടും, നിയമ പോരാട്ടം തുടരുമെന്നുള്ളതാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. കൂടാതെ തന്നെ ഇത് ഒരു മെൻസ് കമ്മീഷൻ സംസ്ഥാനത്ത് വേണമെന്നുള്ളതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് എന്ന രീതിയിൽ താൻ ചെയ്ത കുറ്റം കുറ്റമാണ് എന്ന് സമ്മതിക്കാൻ പോലും തയ്യാറാകാത്ത രീതിയിലുള്ള പ്രതികരണമാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തുടക്കം മുതൽ തന്നെ, അതായത് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് വരെ ഏകദേശം 12ഓളം വീഡിയോ ക്ലിപ്പുകളാണ് അദ്ദേഹം രാഹുൽ ഈശ്വറിന്റെ ഫേസ്ബുക്ക് ഹാൻഡിലുകളിൽ ഷെയർ ചെയ്തത്. ആ വീഡിയോകളൊക്കെ തന്നെ മില്യൺ വ്യൂസ് അടിച്ചിരുന്നു. ഒപ്പം തന്നെ അത് പലരും ഷെയർ ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടി വിവാഹിതയാണ് എന്നുള്ളത് അടക്കമുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പൊതുസമൂഹത്തിലും പൊതുമധ്യത്തിലും എത്തിച്ചത് രാഹുൽ ഈശ്വറാണ്. ഇതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വറിനെ അനുകൂലിച്ചുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് സൈബർ അറ്റാക്കിംഗ്, സൈബർ ബുള്ളിംഗ് ഈ പെൺകുട്ടിക്ക് നേരെ നടന്നത്. പെൺകുട്ടി വിവാഹിതയാണെന്നും വിവാഹ ചിത്രങ്ങളടക്കം സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പേജിൽ നിന്നടക്കം പലരും അതെടുത്ത് ഷെയർ ചെയ്യുന്നു സാഹചര്യം അടക്കം ഉണ്ടായി. ഈ കേസുമായി ബന്ധപ്പെട്ട് 4ാം പ്രതിയാണ് ഈ കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള സന്ദീപ് വാര്യർ. ഒപ്പം തന്നെ 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. മറ്റ് 2 പ്രതികൾ, പ്രധാനമായും 1ഉം 2ഉം പ്രതികൾ, 1ാം പ്രതിയായി വരുന്നത് കോൺഗ്രസിന്റെ തന്നെ പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള രഞ്ജിത പുളിക്കനാണ്. ഒപ്പം തന്നെ 2ാം പ്രതിയായി വരുന്നത് സുപ്രീം കോടതി അഭിഭാഷക കൂടിയായിട്ടുള്ള ദീപ ജോസഫാണ്. ദീപ ജോസഫിൻ അടക്കമുള്ളവരെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനും വിളിച്ചു വരുത്താനുമുള്ള സാഹചര്യങ്ങളും നടപടികളും ഉണ്ടാവും. ഒപ്പം തന്നെ മുൻകൂർ ജാമ്യ ഹർജി അടക്കമുള്ള നടപടികളിലേക്ക് സന്ദീപ് വാര്യരും കടന്നിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനം കണ്ട ഏറ്റവും വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് അനുമാനിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ ഈ സൈബർ അറ്റാക്കിംഗ് നടത്തിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും വിവിധ ഇടങ്ങളിൽ എത്തിച്ച് വിവിധ ഘട്ടങ്ങളായി ചോദ്യം ചെയ്യലും തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിന് ശേഷം ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം മജിസ്ട്രേറ്റ് മുൻപാകെ രാഹുൽ ഈശ്വറിനെ ഹാജരാക്കും. ദൃശ്യം ശാലിനി, അതുപോലെ ഇന്ന് പൗടിക്കോണത്തെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് പരിശോധിച്ചതിൽ നിന്ന് കൂടുതൽ വകുപ്പുകൾ രാഹുൽ ഈശ്വറിനെതിരെ ചുമത്താനുള്ള സാധ്യതകളുണ്ടോ?
ഇപ്പോൾ രാഹുൽ ഈശ്വറുമായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധന പുരോഗമിക്കുകയാണ്. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിലാണ് രാഹുൽ ഈശ്വറിനെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ഇന്ന് രാവിലെ രാഹുൽ ഈശ്വറിന്റെ പൗടിക്കോണത്തുള്ള വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. രാഹുൽ ഇന്നലെ ഉപയോഗിച്ച ലാപ്ടോപ്പും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിന്നീട് തിരുവനന്തപുരം AR ക്യാമ്പിലായിരുന്നു. ഇപ്പോഴാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച വൈദ്യ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം രാഹുൽ ഈശ്വറിനെ വഞ്ചിയൂർ കോടതിയിൽ ഹാജരാക്കും.